എനിക്ക് കഴിക്കാമല്ലോ. ആ സമയത്ത് ആ പെൺകുട്ടി, ആ സഹോദരി കരഞ്ഞുകൊണ്ട് പറയുകയാ, ഞാനൊരു വിധവയാണ്, എൻ്റെ മക്കൾ യതീമാണ്, ഞങ്ങൾക്ക് ആരുമില്ല സഹായിക്കാൻ, ഞങ്ങളെ ഒരാളും സഹായിക്കുന്നില്ല. എൻ്റെ മക്കൾ കുറേ നാളുകളായിട്ട് ഇറച്ചി വേണം, ഇറച്ചി വേണം, ഇറച്ചി വേണമെന്ന് എൻ്റെ പൊന്നുമക്കൾ ആഗ്രഹം പറയുന്നു. വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല, ആരും എന്നെ സഹായിക്കുന്നില്ല. ഞാനിന്ന് എൻ്റെ വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയിൽ ഒരു കോവർ കഴുത ചത്ത് കിടക്കുന്നു. ഞാൻ നടന്നു വരുന്ന വഴിയിൽ ഒരു കഴുത ചത്ത് കിടക്കുന്നു. ആ കഴുതയുടെ ശരീരത്ത് നിന്ന് കുറച്ച് ഇറച്ചി ഞാൻ മുറിച്ചു കൊണ്ടുവന്നു. അതാണ് എൻ്റെ വീടിനകത്ത് കറി വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ തരാനാ? ആ ഇറച്ചി ഞാൻ നിങ്ങൾക്ക് എങ്ങനെ തരും? സുബ്ഹാനല്ലാഹ്. ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി, കണ്ടടങ്ങൾ നിറയാൻ തുടങ്ങി. തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് ഹജ്ജിന് പോകാൻ വെച്ചിരുന്ന പൈസ മുഴുവനും എടുത്ത് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാര്യ ചോദിച്ചു, ഇതെവിടെ കൊണ്ടുപോകുന്നു? ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അയൽവാസിക്ക് കൊടുക്കാൻ പോവുകയാ. ഭാര്യ പറഞ്ഞു, ഇത് ഹജ്ജിന് വേണ്ടി വെച്ചിരിക്കുന്ന പൈസയാ. എത്രയോ കൊല്ലം നമ്മൾ പട്ടിണി കിടന്നിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് കൂട്ടിവെച്ച പൈസയാ.